കാര്യമല്ല, തുടങ്ങണൽ സൂപ്പർ നാച്ചുറൽ വിശ്വസിക്കണം. സൂപ്പർ നാച്ചുറൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് ക്രിസ്ത്യാനിയായി തുടങ്ങാൻ അനുവാദമില്ല. One who believes in Bible, one who wants to begin into Christianity must believe in the supernatural. If he does not believe, he doesn't have the right to begin. കാരണം ഈ പുസ്തകം സൂപ്പർ നാച്ചുറലിന് പിന്തുണ തരുന്ന ബുക്കാണ്. Because this book gives backup to supernatural. ഈ പുസ്തകം നാച്ചുറലുകാരെ എടുക്കുന്ന പുസ്തകമല്ല, സൂപ്പർ നാച്ചുറലുകാരെ ഉണ്ടാക്കി പുറത്തുവിടുന്ന പുസ്തകമാണ്. This book forms supernatural people and sends them away. ഈ പുസ്തകം നിങ്ങൾ നോർമൽ സാധാരണ ഒരു വായനക്കാരൻ വായിച്ചാൽ, if a normal person reads this book, ഞാൻ പറയുന്ന ക്രിസ്ത്യാനി അല്ല, ക്രിസ്തീയ സഭകളുമായി ബന്ധമില്ലാത്ത ഒരു നിരീശ്വരവാദി വായിച്ചാൽ, if an atheist reads this book, അവൻ വായിച്ചാൽ അവൻ സിമ്പിളായി വേറെ ആശയങ്ങളില്ലാതെ ഒരു മതത്തിന്റെ ആളാകാതെ ഒരു സംഘടനയുടെ ആളാകാതെ സിമ്പിളായി ലളിതമായി വായിച്ചാൽ വായിച്ചു തുടങ്ങുമ്പോൾ മുതൽ ഈ പുസ്തകത്തിനകത്ത് സൂപ്പർ നാച്ചുറൽ എഴുതിയിരിക്കുന്നത്. Without a preconceived thought, without any assumption, this person, if he reads this book, he will find that right from the beginning there are supernatural acts written. ആദ്യത്തെ അധ്യായം മുതൽ സൂപ്പർ നാച്ചുറൽ ആരംഭിക്കുകയാണ്. From the first chapter, supernatural is beginning. സൂപ്പർ നാച്ചുറൽ തുടങ്ങുകയാണ്. Supernatural is beginning. എന്താണ് സൂപ്പർ നാച്ചുറൽ? What is supernatural? വാക്കുകൊണ്ട് പകലിനെ ഉണ്ടാക്കുന്നു, രാത്രിയെ ഉണ്ടാക്കുന്നു, സൂര്യനെ ഉണ്ടാക്കുന്നു, ചന്ദ്രനെ ഉണ്ടാക്കുന്നു. വാക്കുകൊണ്ട് സമുദ്രത്തെ വിളിച്ചു വരുത്തുന്നു, വെള്ളത്തെ മാറ്റുന്നു, കീഴെയുള്ള വെള്ളമെന്നും മുകളിലുള്ള വെള്ളമെന്നും മാറ്റുന്നു. വാക്കുകൊണ്ട് സകലത്തെ ഉണ്ടാക്കുന്നു. From the very words of the mouth, everything has been created. From the words, skies have been created. From the words, stars are created, animals are created, waters have been separated from the below waters to the above waters. അവൻ ഇറങ്ങി വന്ന് ഭൂമിയിലെ പൊടിയെടുത്ത് മനുഷ്യനെ ഉണ്ടാക്കുന്നു, ഉണ്ടാക്കിയ മനുഷ്യന്റെ മേൽ ശ്വാസമൂതുന്നു. സത്യത്തിൽ ഇത് നോക്കി നിന്നാൽ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് വായിച്ചാൽ വായിക്കുന്നവന് മനസ്സിലാകും ഇത് നാച്ചുറൽ അല്ല ഈ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇത് സൂപ്പർ നാച്ചുറൽ ആണ്. If a person truly without any preconceived reads it, he will find it isn't natural that is written here, but rather supernatural is written. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും പറയുന്നു, ഞങ്ങൾ സൂപ്പർ നാച്ചുറൽ വിശ്വസിക്കുന്നു. That is why we say it again, that we believe in സൂപ്പർ നാച്ചുറൽ നടത്തിപ്പുകളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. We believe in a leading of supernatural. സൂപ്പർ നാച്ചുറൽ ദൈവിക ചലനങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. We believe in a supernatural movements of God. സൂപ്പർ നാച്ചുറൽ ഡോറുകളിൽ ഞങ്ങൾ We വിശ്വസിക്കുന്നു. believe in supernatural doors. സൂപ്പർ നാച്ചുറൽ കൃപയിൽ ഞങ്ങൾ We വിശ്വസിക്കുന്നു. believe in supernatural grace. ഇതിനകത്ത് വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകലിൽ സൂപ്പർ നാച്ചുറൽ സംഭവിക്കാൻ പോകുന്നു. Those who believe in this place today, supernatural is going to happen on them. നിങ്ങൾ ഈ പുസ്തകം തുറന്നാൽ കിട്ടുന്ന ചെറിയ ചെറിയ സൂപ്പർ നാച്ചുറൽ പറയാം. If you open this book, you will find small supernatural, which I will say. ഒരു മധ്യവയസ്കനായ ഒരാള് ഒരു കയ്യിൽ ഒരു ഉണക്കവടിയും കൊണ്ട് വരുന്നു. കലങ്ങി മറിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചെങ്കടലെന്ന് വിളിക്കും. അതിന് നേരെ ഒരു ഉണക്കവടി നീട്ടുന്നു. സാധാരണഗതിയിൽ ഒരു കലങ്ങി മറിയുന്ന വെള്ളത്തിൻ്റെ അരികേക്ക് ഉണക്കവടി വടി നീട്ടിയാൽ ആ വടി നീട്ടിക്കൊണ്ട് വർഷങ്ങൾ നിൽക്കാവുന്നതേ ഉള്ളൂ, ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഈ പുസ്തകം സൂപ്പർ നാച്ചുറൽ പറയുന്നത് കൊണ്ട് ഒരുവൻ വടി നീട്ടുന്നു, വടി നീട്ടി ചെങ്കടലിനെ രണ്ടാക്കുന്നു. എന്റെ ഭാഷയിൽ ഞാൻ വായിച്ചപ്പോൾ, എന്റെ കണ്ണിൽ ഞാൻ കണ്ടപ്പോൾ ഇതിന്റെ പേരാണ് സൂപ്പർ നാച്ചുറൽ. ഈ സമുദ്രത്തിനകത്തൂടെ ഹൈവേ ഉണ്ടാക്കി കൊടുക്കുന്നു ഇസ്രായേൽ ജനത്തിന്. ഇതിന്റെ പേര് സൂപ്പർ നാച്ചുറൽ അല്ലാതെ വേറെ എന്താണ്? A normal man, which I want to speak to you, that brought a dried stick and stretched forward in front of a big Red Sea. And normally, if you say do it, you have to just remain there for years. But I want to tell you, in this case, the Red Sea split into two. Normally, it isn't possible, but this is called supernatural. Truly, for Israel nation, a highway was prepared in midst of a great sea. വടി നീട്ടി ചെങ്കടൽ രണ്ടാകുന്നു. ഇതിന്റെ പേര് സൂപ്പർ നാച്ചുറൽ. Stretching the staff forward, Red Sea being splitting, this is called supernatural. കാലുകൊണ്ട് ചവിട്ടി പുരോഹിതന്മാർ യോർദാനെ രണ്ടാക്കുന്നു. ഇതിന്റെ പേര് സൂപ്പർ നാച്ചുറൽ. The priest stepped into the Jordan River and split into two. This is called supernatural. പർവ്വതത്തിൽ ഒരു മുൾപടർപ്പ് നിന്ന് കത്തുന്നു, ചാരമാകുന്നില്ല. മുൾപടർപ്പ് തീ സംസാരിക്കുന്നു. അയ്യോ,
അയ്യോ അയ്യോ ഇത് നാച്ചുറൽ ആണോ? തീ സംസാരിക്കുന്നു. തീയുടെ മുമ്പിലേക്ക് എന്ത് ചെന്നാലും ചാരമാക്കി കളയും. പക്ഷെ ഒരു മുൾച്ചെടിയെ തീക്ക് ചാരമാക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ പേര് supernatural. On the top of a mount, a dried bush being burned in fire is not becoming ashes. This is called supernatural. From the fire a voice is coming on. This is called supernatural. ഞാൻ പൂർണ്ണമായും ദൈവിക ചലനങ്ങളിൽ വിശ്വസിക്കുന്നു. I totally believe in the movement of God. ഞാൻ supernatural prophecyയിൽ I വിശ്വസിക്കുന്നു. believe in supernatural prophecy. ഞാൻ supernatural financeൽ I വിശ്വസിക്കുന്നു. believe in supernatural finance. ഇതിനകത്ത് ചിലരുടെ മേൽ അത് അതുപോലെ സംഭവിക്കാൻ പോകുന്നത് Some ഞാൻ of you here വിശ്വസിക്കുന്നു. are going to experience it just like that. supernatural ministryയിൽ ഞാൻ വിശ്വസിക്കുന്നു. I believe in supernatural ministry. ഇത് വാചകം അടിച്ച് നിർത്തുന്ന സ്ഥലമല്ല. ഇത് supernatural encounterന്റെ സ്ഥലമാണ്. It is in a place where you just speak things, but it is a place of supernatural ഇതിനകത്ത് encounter. സ്വർഗം തുറന്നു നിൽക്കുന്നു. In this place, heaven is open for ഇതിനകത്ത് us. ദൈവദൂതന്മാർ ചിലർക്കായി ഇറങ്ങി വരാൻ In പോകുന്നു. this place, angels for some are going to come down. സൂപ്പർനാച്ചുറൽ വിശ്വസിക്കാൻ സൂപ്പർനാച്ചുറൽ ഒരാള് അല്ലെങ്കിൽ ഒരു ദേശം ഒരു കുടുംബം നമ്മളെ നോക്കി വിളിച്ചു പറയും. ക്രിസ്ത്യാനിയെ നോക്കി യേശുവിൽ വിശ്വസിക്കുന്നവരെ നോക്കി വിളിച്ചു പറയും ഇത് സൂപ്പർനാച്ചുറൽ. A person, a town will see a person who believes in Jesus and say out loud, this is supernatural. ഇത് സാധാരണമല്ല. This is not normal. ഇത് നോർമൽ അല്ല. This is not normal. ഇച്ചിരൂടെ പറഞ്ഞ ഇത് നാച്ചുറൽ അല്ല. If I say more detail, this is not natural. നിന്റെ ജീവിതത്തിൽ നാച്ചുറൽ അല്ലാത്തത് സംഭവിക്കാൻ പോകുന്നു. In your life, that which is not natural is going to happen. നാച്ചുറൽ അല്ലാത്തത് സംഭവിക്കാൻ പോകുന്നു. That which is not natural is going to happen. ആദ്യമായിട്ട് വന്നവർക്കൂടെ മനസ്സിലാക്കാൻ വളരെ സിമ്പിളായി പറയുന്നു. സൂപ്പർനാച്ചുറൽ സംഭവിക്കാൻ 3 കാര്യങ്ങൾ സംഭവിക്കണം. Those who have come here for the first time, so that they may understand, I speak in simple words. For supernatural to happen, 3 things should come here. 3 കാര്യങ്ങൾ. 3 things. എനിക്ക് 3 അല്ല, ഒത്തിരി ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങൾ ഇന്ന് വിശ്വസിച്ചാൽ ചിലരുടെ ജീവിതത്തിൽ സൂപ്പർനാച്ചുറൽ നടക്കും. There are many things I can say, but if you can just believe these 3 things, for in their life supernatural will happen. ഒന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചതാണ് ഞാൻ ഈ പറയുന്നത്. What God has taught me is what I'm saying to you. ഒന്ന് വിശ്വാസം. One is faith. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട് വിശ്വാസം. Everyone say together faith. ചേർന്ന് പറഞ്ഞാട്ട് വിശ്വാസം. Say together faith. ഉറക്കെ പറഞ്ഞാട്ട് വിശ്വാസം. Say loudly faith. 2 വചനം അല്ലെങ്കിൽ ആ വിശ്വാസത്തെ പിന്തുണയ്ക്കുന്ന വചനം വാഗ്ദത്തം. In following up that faith, the next thing is promise or word. മൂന്നാമത്തേത് പരിശുദ്ധാത്മാവ്. Thirdly, Holy Spirit. 3 കാര്യങ്ങൾ. 3 things. ഒന്ന് വിശ്വാസം, 1 faith, ഒന്ന് വചനം, 1 അല്ലെങ്കിൽ promise വാഗ്ദത്തം, or word, അല്ലെങ്കിൽ മൂന്നാമത്തേത് പരിശുദ്ധാത്മാവ്. and the third Holy Spirit. എല്ലാവരും ഒന്നുകൂടെ ചേർന്ന് പറ. വിശ്വാസം, Say together faith, വാഗ്ദത്തം, promise അല്ലെങ്കിൽ വചനം, or word, അടുത്തത് പരിശുദ്ധാത്മാവ്. third Holy Spirit. ഈ 3 കാര്യങ്ങൾ If these 3, ഒരുമിച്ച് if they come together, ഒരു വ്യക്തിയിൽ വന്നാൽ if they come together on a person, നാട്ടുകാര് പറയും the whole town will അവൻ say സൂപ്പർ നാച്ചുറൽ ആണ്. he is supernatural. ഈ 3 കാര്യങ്ങൾ These 3 things, ഒരുമിച്ച് if it comes ഒരു കുടുംബത്തിന് മേൽ വന്നാൽ on a family, ദേശം പറയും the town will say സൂപ്പർ നാച്ചുറൽ this ആണ്. is supernatural. ഈ 3 കാര്യങ്ങൾ These 3 things, ഒരു സഭയുടെ മേൽ if it comes on a church, ഒരുമിച്ച് വന്നാൽ comes on a church together, ഭാരതം പറയും the nation will ഈ say സഭ സൂപ്പർ നാച്ചുറൽ this ചർച്ച. supernatural. നാച്ചുറൽ അവർ ഓവർടേക്ക് ചെയ്ത് മാറും. They all will overtake natural. എല്ലാവരും ചേർന്ന് പറ. വിശ്വാസം, Everyone say together faith. പറഞ്ഞോ. വിശ്വാസം, Say together faith, വാഗ്ദത്തം, promise, പരിശുദ്ധാത്മാവ്. Holy Spirit. വിശ്വാസം, Faith, വാഗ്ദത്തം, promise, പരിശുദ്ധാത്മാവ്. Holy Spirit. ദേശം പറയും. The whole of town will എന്തു say. പറയും? What will they say? Supernatural. What will they say? ഇത് സംഭവിച്ച ബൈബിളില്
ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയാൻ പോകുകയാണ്. This is happened in യേശു ശുശ്രൂഷ തുടങ്ങിയാണ്. Jesus is beginning his ministry. യേശു ശുശ്രൂഷ തുടങ്ങുമ്പോൾ Jesus is beginning his ministry. യേശു ദൈവമാണ്, Jesus is God. പക്ഷെ എന്ന് പറഞ്ഞ് തൻ ശുശ്രൂഷ തുടങ്ങുകയല്ലായിരുന്നു. 30 വർഷത്തെ കാത്തിരിപ്പ്. He waited for 30 years. 12ാമത്തെ വയസ്സിൽ ഒരു പ്രസംഗം നടത്തി എന്നത് ഒഴിച്ചാൽ വലിയ കാര്യമായ റിസൾട്ടുകൾ ആദ്യത്തെ 30 വർഷത്തിൽ എടുത്തു പറയാം, ബൈബിൾ റിപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ എടുത്തുണ്ടായിട്ടില്ല. In the 12th year he spoke a message, but other than that nothing was reported in the Bible. യേശു ആലയത്തിലേക്ക് ചെല്ലുന്നു. Jesus is entering the temple. യേശുവിന്റെ കയ്യിൽ പ്രവാചക പുസ്തകങ്ങളിൽ ഒരു പുസ്തകം എടുത്തു കൊടുക്കും. And there was a scroll of prophetic book handed over to Jesus. സാധാരണഗതിയിൽ ആലയത്തിൽ ശുശ്രൂഷിക്കുന്നവർ ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചിട്ടുള്ളതാണ്, ഇതിനെക്കുറിച്ച് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല, എന്നെ വായിച്ചത് പറയുന്നു. സാധാരണഗതിയിൽ അവിടെ ഉപയോഗിക്കുന്നത് ന്യായപ്രമാണ പുസ്തകങ്ങളാണ്. അവിടെ നിൽക്കുന്ന മുതിർന്നയാൾ അല്ലെങ്കിൽ പൗരോഹിത്യ ചുമതലയുള്ളവർ അല്ലെങ്കിൽ ആ സിനഗോഗുമായി ബന്ധപ്പെട്ട പ്രധാനിയായ ആള് എടുത്തു കൊടുക്കാറുള്ളത്. പക്ഷെ യേശു ചെന്നപ്പോൾ കയ്യിൽ ലഭിച്ചത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ലഭിക്കും. Normally they hand over the Old Testament into the hands of the elderly person who ministers there in that temple, or we can call it a synagogue. But when Jesus arrived, in that occasion it wasn't an Old Testament, but it was a scroll of a prophetic book, the Isaiah scroll. യേശു പുസ്തകം തുറന്നു. Jesus opened that scroll. തുറന്ന പുസ്തകത്തിൽ In that scroll ഒരു വാഗ്ദത്തം കാണുകയാണ്. he's seeing a promise. ഒരു വാഗ്ദത്തം. He's seeing a promise. ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ അവൻ എന്നെ അഭിഷേകം To ചെയ്തിരിക്കുകയാണ്. proclaim gospel to poor, he has കണ്ണുകളെ anointed. തുറക്കാൻ, To make the blind പീഡിതരെ വിടുവിക്കുവാൻ to set the captives free. എന്നെ അവൻ അഭിഷേകം He ചെയ്തിരിക്കുന്നു. has anointed me. വായിച്ച വാക്യം This is the verse that he read. യേശു പറയുന്നു, ഇന്ന് ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു. Jesus says, today this word is fulfilled here. ശ്രദ്ധിച്ചു കേട്ടോ, യേശുവിന്റെ മേൽ വചനം വന്നിരിക്കുന്നു. Listen carefully, upon Jesus this word has come. ആയിരക്കണക്കിന് പുരോഹിതന്മാർ, അന്നത്തെ ന്യായശാസ്ത്രിമാർ ഈ ഭാഗം വായിച്ചതാണ്. അവർക്കൊന്നും ഈ ഭാഗം അവരോടാണെന്ന് തോന്നിയില്ല. പക്ഷെ യേശു അത് വായിച്ചപ്പോൾ ആ വാഗ്ദത്തം, ആ വചനം എന്നോടാണെന്ന് തനിക്ക് തോന്നുകയാണ്. Thousands of elders read it, but none of them felt that it was for them. But when Jesus read it, he felt that it is for him.